ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടി തിരുവചനവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുവാൻ എനിക്ക് കർത്താവ് കൃപ നൽകിയതിന് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ കൃപയാൽ സന്തോഷമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. കഷ്ടതകളും വേദനകളും പ്രതികൂലങ്ങളും രോഗങ്ങളും ഒക്കെ മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ചില പ്രതിസന്ധികൾ ഒന്നിച്ചു വരുമ്പോൾ നമുക്കത് താങ്ങുവാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഈ 6-ാം സങ്കീർത്തനം ദാവീദ് രചിച്ചിരിക്കുന്നത്. കഷ്ടകാലത്ത് ദൈവത്തിൻ്റെ കരുണയ്ക്കായുള്ള പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനം. ദാവീദ് നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ ആ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത് യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും, എൻ്റെ ശത്രുക്കളെല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും, അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്തോത്രം. കണ്ണുനീരോടുകൂടി ആരംഭിച്ച സങ്കീർത്തനം ആ സന്തോഷത്തോടുകൂടി അവസാനിപ്പിക്കുകയാണ് ദാവീദ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ദാവീദ് ഇവിടെ നേരിടുന്ന ആ പ്രതിസന്ധികൾ ഏതാണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും തൻ്റെ ആ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൽ നിന്ന് തനിക്ക് എന്തെങ്കിലും ഒരു കോപം നേരിടേണ്ടി വന്നിട്ടുണ്ടോ? രണ്ടാമത്, തൻ്റെ ശരീരത്തിലെ ഏതെങ്കിലും രോഗങ്ങൾ സംബന്ധിച്ച് താൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ? മൂന്നാമതായി നാം ചിന്തിക്കുന്നത്, തന്നെ പകയ്ക്കുന്ന ശത്രുക്കൾ നിമിത്തം തനിക്കുണ്ടായിരിക്കുന്ന മനപ്പീഡകൾ, അത് നിമിത്തം ദാവീദ് വളരെ ക്ലേശം അനുഭവിക്കുന്നുണ്ടോ? ഇവയിൽ ഏതായാലും ശരി, ദാവീദ് ആകെപ്പാടെ ഭയപ്പെട്ടിരിക്കുകയാണ്. തനിക്ക് ഏത് നേരത്തും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആ സങ്കീർത്തനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സ്തോത്രം. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, എൻ്റെ സകല വൈരികളും ഹേതുവായി ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് ദാവീദ് പറയുന്നു. സ്തോത്രം. അപ്പോൾ വളരെയധികം മനപ്പീഡകൾ താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ എങ്ങനെ പുറത്തു വരും? അതിന് ദൈവമേ എന്നെ സഹായിക്കണമേ എന്ന് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. യഹോവയെ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണയുണ്ടാകണമേ. യഹോവയെ, എൻ്റെ അസ്ഥികൾ ഭ്രമിച്ചിരിക്കുന്നു, എന്നെ സൗഖ്യമാക്കണമേ എന്ന് ദാവീദ് ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. മനുഷ്യന് താങ്ങാവുന്നതും സഹിക്കാവുന്നതുമായ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതിനപ്പുറം നാം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നാം തകർന്നു പോകും, തളർന്നു പോകും. എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഏത് പ്രതികൂലം വന്നാലും തളരാൻ പാടില്ല എന്നാണ് നമ്മെ കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. സ്തോത്രം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്നാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. സ്തോത്രം. കഷ്ടങ്ങൾ ലോകത്തിൽ സ്വതസിദ്ധമാണ്. അത് ആരെയും ഏത് സമയത്തും കടന്നു പിടിക്കുവാൻ സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി പ്രതിസന്ധികൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. എന്നാൽ നമുക്ക് വേണ്ടത് ഉറച്ച ദൈവവിശ്വാസമാണ്.
ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സന്ദർഭത്തിലും ദാവീദ് ദൈവസന്നിധിയിലേക്കാണ് അടുത്തിരുന്നത്, ഓടിച്ചെല്ലുന്നത്. ദാവീദിനൊരു കാര്യം അറിയാം, ദൈവത്തിൽ അഭയം പ്രാപിച്ചാൽ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ തനിക്ക് സാധിക്കുമെന്ന്. സ്തോത്രം. അതുകൊണ്ടല്ലേ ദാവീദ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും. ഏത് വലിയ ശത്രുവിൻ്റെ നിരയെയും ഭയം കൂടാതെ വെല്ലുവിളിച്ചുകൊണ്ട് നേരിടുവാൻ ദൈവം പകരുന്ന ഒരു ശക്തി, ആ ശക്തിയാൽ ഏത് പ്രതിസന്ധികളെയും ജയിക്കുവാനും ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനും ആമേൻ ദൈവമക്കൾക്ക് സാധിക്കും. സ്തോത്രം. ദാവീദ് പറയുന്നത് പോലെ, യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു. സ്തോത്രം. നിലവിളിച്ചുകൊണ്ട് താൻ തുടങ്ങിയെങ്കിൽ ദൈവത്തിൻ്റെ ഉത്തരം ലഭിച്ചു, ദൈവത്തിൻ്റെ സഹായം ലഭിച്ചു. ഇതാ തൻ്റെ പ്രതിസന്ധികൾക്ക് അവസാനമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദാവീദ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. സ്തോത്രം. ദാവീദിൻ്റെ വീഴ്ച കണ്ട് സന്തോഷിക്കുവാൻ കാത്തിരുന്ന ധാരാളം ശത്രുക്കളുണ്ട്. സ്തോത്രം. അവർക്ക് മുഖമടച്ചു കൊടുക്കുന്ന ഒരു വലിയ അടി പോലെയാണ് ആ സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യം ദാവീദ് പറഞ്ഞു നിർത്തുന്നത്. എൻ്റെ ശത്രുക്കളെല്ലാവരും ലജ്ജിച്ച് ഭ്രമിക്കും, അവർ പിന്തിരിഞ്ഞ് പെട്ടെന്ന് നാണിച്ചു പോകും. സ്തോത്രം. അവർക്ക് വലിയ അടിയാണ് കിട്ടിയിരിക്കുന്നത്. ദാവീദ് ഇവിടം കൊണ്ട് അവസാനിക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ ദൈവം ദാവീദിനെ കൈവിട്ടില്ല. ദൈവം ദാവീദിനെ ആ പ്രതിസന്ധികൾ കരം പിടിച്ച് ആമേ ബലപ്പെടുത്തി ഉയർത്തി നിർത്തി. ആമേൻ, ഹല്ലേലൂയ. ഇപ്പോൾ ദാവീദിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചെന്ന് ശത്രുക്കളുടെ മുമ്പിൽ ദാവീദിൻ്റെ തല ഉയർത്തി നിർത്തിയ ഒരു ദൈവമുണ്ട്. ആമേ, സ്തോത്രം, ഹല്ലേലൂയ. ശത്രുക്കൾ മുൻപാകെ നീ എനിക്ക് മേശയൊരുക്കുന്ന ദൈവമാണെന്ന് അതുകൊണ്ടാണ് ദാവീദ് പാടുന്നത്. സ്തോത്രം. ഇതാ ഇപ്പോൾ ദാവീദിൻ്റെ അവസാനമാകുന്നു. ദാവീദ് ഇവിടം കൊണ്ട് അവസാനിക്കുമെന്നൊക്കെ ചിന്തിച്ച ആമേ ശത്രുക്കൾ ലജ്ജിച്ച് പിന്തിരിഞ്ഞ് ഭ്രമിച്ചു പോകുമെന്നാണ് ദാവീദ് പറയുന്നത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവർ ഭ്രമിച്ചു പോകുമ്പോൾ നമ്മെ ബലപ്പെടുത്തി സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നമ്മുടെ പ്രത്യാശ നമ്മുടെ ദൈവത്തിലാകട്ടെ. ആമേൻ. പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെട്ടു പോകാതെ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് ദാവീദ് പാടിയതുപോലെ ആമേൻ, ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സങ്കീർത്തനം ആമേൻ നമ്മുടെ ജീവിതത്തിലും അത് ഹല്ലേലൂയ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ആമേൻ, ഹല്ലേലൂയ. ഈ മെസ്സേജ് നിങ്ങൾക്കെല്ലാവർക്കും ആമേൻ അനുഗ്രഹമായി തീർന്ന് വിശ്വസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരുടെ നിങ്ങളൊപ്പം ഉണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.